നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാത്ത ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആർ ആകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങളവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടിയ ആളുകളുടെ മധ്യേ രോഗസൗഖ്യവുമൊക്കെ നൽകി വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അതിൽ അസൂയ പൂണ്ട നേതാക്കന്മാർ, യഹൂദ മത നേതാക്കന്മാർ യേശുവിനെ സമീപിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യുന്നത്? യേശു അവരുടെ കൗശലം മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ചു, യോഹന്നാൻ നടത്തിയ സ്നാനം അത് ആരുടെ അധികാരത്തിലാണ്? യോഹന്നാന്റെ അധികാരം ദൈവത്തിൽ നിന്നാണോ അതോ മനുഷ്യരിൽ നിന്നാണോ? ദൈവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ യോഹന്നാനെ അനുസരിച്ച് മാനസാന്തരപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ലെന്ന് യേശു ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളൊക്കെ യോഹന്നാനെ ദൈവം അയച്ച പ്രവാചകനായി കണക്കാക്കുന്നത് കൊണ്ട് അവർ കല്ലെറിയും. ജനങ്ങളെ പേടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്കറിഞ്ഞുകൂടെങ്കിൽ ഞാൻ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും ഇപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. തുടർന്ന് യേശു അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തനോട്, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പോകുകയില്ല എന്നവൻ പറഞ്ഞു. എന്നാൽ പിന്നത്തേതിൽ അനുതപിച്ചവൻ പോയി. മറ്റവനോട്, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പോകാമപ്പ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പോയില്ല. ഇതിലാരാണ് അപ്പനെ പ്രസാദിപ്പിച്ചത്? പോകാമെന്ന് പറഞ്ഞവനാണോ? പോകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പോയവനാണോ? അവർ പറഞ്ഞു, പോയവൻ തന്നെയാണ്. യേശു അവരോട് പറയുകയാണ്, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടവനായി വന്നു. ചുങ്കക്കാരും വേശ്യമാരും അവനെ കൈക്കൊണ്ടു. പക്ഷേ നിങ്ങൾ അവനെ കൈക്കൊണ്ട് മാനസാന്തരപ്പെട്ടില്ല. കർത്താവോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭൂതകാലത്തിൽ അറിയായ്മയുടെ കാലത്ത് നമ്മൾ വഴിപിഴച്ച് ജീവിച്ചിട്ടുണ്ടാകാം, അരുതാത്തത് ചെയ്തിട്ടുണ്ടാകാം, ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ നാം അനുതപിച്ച് അതിനെക്കുറിച്ച് ബോധവാന്മാരായി നമ്മൾ ദൈവഭാഗത്തേക്ക് വന്ന് ദൈവത്തിനായി ജീവിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും മുൻപ് അനുസരണക്കേട് കാണിച്ചവനാണ്, എന്നെ ധിക്കരിച്ചവനാണ്, എന്നെ ദുഃഖിപ്പിച്ചവനാണ് എന്ന് ഓർത്ത്, എന്ന് ചിന്തിച്ച് ദൈവം നമ്മളെ കൈക്കൊള്ളാതിരിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസും അഥേനയിൽ പറഞ്ഞു, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. നമ്മുടെ അജ്ഞാനകാലത്ത് നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതേക്കുറിച്ചൊക്കെ നമുക്ക് അനുതാപമുണ്ടായി, പാപബോധമുണ്ടായി ദൈവത്തെങ്കിലേക്ക് വരാൻ നമ്മൾ തയ്യാറായാൽ, ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ, ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ പ്രസാദിക്കും.
സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ആരംഭകാലത്ത് ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തെ ദുഃഖിപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണെങ്കിലും യഥാർത്ഥമായി അനുതാപമുണ്ടായ മുടിയനായ പുത്രനെ പോലെ മടങ്ങി വരുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവം കൈക്കൊള്ളും, ദൈവം പ്രസാദിക്കും. എന്നാൽ ഈ പരീശന്മാരും അതുപോലെ ശാസ്ത്രിമാരുമായിട്ടുള്ള അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുമായിട്ടുള്ള നേതാക്കന്മാർ അവർ നാവുകൊണ്ട് ദൈവമേ ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാം, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാം, ഞാൻ നിന്റെ കൽപ്പനയെ ആചരിക്കാം എന്ന് പറയുന്നെങ്കിലും അവർ ചെയ്യുന്നില്ലായിരുന്നു. യേശു അതാണ് ഉദ്ദേശിച്ചത്. യേശു പറയുകയാണ്, ദൈവം അയച്ചവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ചുങ്കക്കാരും വേശ്യമാരും ഒക്കെ മാനസാന്തരപ്പെട്ട് യോഹന്നാൻ്റെ പിന്നാലെ വന്നപ്പോൾ യോഹന്നാൻ അവരെ കൈക്കൊണ്ടു. നിങ്ങളത് കണ്ടിട്ടും നിങ്ങൾ യോഹന്നാനെ അംഗീകരിച്ചില്ല. പിന്നെ എന്തിനാണ് എൻ്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത്? യോഹന്നാനെ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്നെ അംഗീകരിക്കുമോ? അതാണ് യേശു ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവ്വകാലം എത്ര മലീമസവും മോശവും ആയിരുന്നാലും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവ് കൽപ്പിച്ച മാതൃക പ്രകാരം കർത്താവിനെ ആരാധിച്ച് ജീവിക്കാൻ നാം തയ്യാറാകുമെങ്കിൽ പൂർവ്വകാലങ്ങളെ ഒന്നും ഓർക്കാതെ നമ്മളെ കെട്ടിപ്പിടിച്ച് മുത്തം ചെയ്ത് മക്കളാക്കി അവകാശികളാക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. ഇതാണ് കർത്താവ് പഠിപ്പിച്ച ഈ ഉപമയിൽ നിന്നും ഈ പാഠത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നെ കൈക്കൊള്ളുകയില്ല എന്ന് പറയരുത്. പൂർവ്വകാലങ്ങളെ ദൈവം ഓർക്കുന്നില്ല. തീർച്ചയായിട്ടും കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ തയ്യാറാകുമെങ്കിൽ 11 മണി നേരത്ത് കൈക്കൊണ്ട് ഒരു വെള്ളിക്കാശ് നൽകിയതുപോലെ നമ്മയും കൈക്കൊള്ളും, അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ നാമം ഇന്നു മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.